വേറെ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും ഇല്ല. നമ്മൾ കുടുംബത്തിൽ നിൽക്കുന്ന ആളായിരിക്കണം, എല്ലാവരും നോക്കണ ഒരാളായിരിക്കണം, അത്രയേ ഉള്ളൂ നമ്മുടെ കോൺസെപ്റ്റ്. നമ്മൾ അത്രയേ ഉള്ളൂ. അതെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് റോബിൻ വർഗീസിനെ കാണാനാണ്. പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ റോബിൻ ഇപ്പോൾ 40 വയസ്സാണ് ആയത്. നമുക്ക് നാളെ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് റോബിൻ്റെ വീട് കേട്ടോ. ഇതാണ് റോബിൻ. റോബിൻ, ഹായ്, എന്തൊക്കെയാ വിശേഷം? സുഖം. ഇത് അപ്പനും അമ്മയാണ്. അപ്പൻ്റെ പേരെന്താ? വർഗീസ്. ഇത് അമ്മ കുഞ്ഞമ്മ. അതെ. റോബിനെ 40 വയസ്സായില്ലേ? 40 വയസ്സായി. അപ്പോൾ കല്യാണം എന്താ ഇത്ര വൈകിയേ? അങ്ങനെ ഇതായി പോണ്, നീണ്ടു പോണ്. അന്വേഷിച്ചിട്ടൊന്നും അങ്ങനെ പറ്റിയത് വരാണ്ട് അങ്ങനെ അല്ലേ? നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 3 പേര്, 3 ആണുങ്ങൾ. മൂത്തത് 2 ചേട്ടന്മാരാണ്. ഞാനൊക്കെ ഇളയത്. ഏട്ടന്മാരൊക്കെ എന്താ? ഏട്ടന്മാര് ഒരാള് ചേർത്തല താമസിക്കുകയാണ്, HDFC ബാങ്കിലാണ്. ഒരാൾ പഞ്ചാബിലാണ്, അവിടെ സാറായിട്ട് വർക്ക് ചെയ്യാണ്. ആശാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. പിന്നെ റോബിൻ എത്ര വരെയാണ് പഠിച്ചത്? ഞാൻ ITI ഡിപ്ലോമ പഠിച്ചതാണ്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വർക്ക്. അപ്പോൾ അതാണ് വർക്ക് ചെയ്യുന്നത്? അതിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? എവിടെയാണ് ഓഫീസ്? ഞങ്ങൾ കളമശ്ശേരിയാണ് ഓഫീസ്. നേവൽ ബേസിലാണ് വർക്ക്. എല്ലായിടത്തും ഉണ്ടാവും. നേവൽ ബേസിലാണ്. ഓ, അപ്പോൾ അത് കോൺട്രാക്റ്റ് ആണോ? കോൺട്രാക്റ്റ് ആയിട്ട് ചെയ്യണം. നിങ്ങൾ ഒരാളുടെ കീഴിൽ ചെയ്യാനല്ലേ? ഞങ്ങൾ കമ്പനിയാണ്. ഞങ്ങൾക്ക് 365 ദിവസം പണിയുണ്ടാവും. അങ്ങനത്തേതാണ്. അത് ശരി. എപ്പോഴും വർക്ക് ഇല്ലാണ്ട് വരികയല്ല, ഫുൾ വർക്ക് ഉണ്ടാവും. നിങ്ങൾ പഠിച്ച പണി ആയതുകൊണ്ട് തന്നെ അതിനൊരു അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഈ വീടും കാര്യങ്ങളൊക്കെ റോബിൻ്റെ തന്നെയാണ് അല്ലേ? അത് മറ്റുള്ളവരുടെ അവർക്കൊക്കെ തനിയെ വീടെടുത്ത് മാറിയതാണ്. അപ്പനും അമ്മയും റോബിനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അപ്പനും അമ്മയ്ക്കും പ്രായമായി വരികയാണ്. അപ്പോൾ കല്യാണം ഇനിയും നമുക്ക് വൈകിക്കാൻ പറ്റൂല. 40 വയസ്സ് തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടാവും? ദൂരം പ്രശ്നമില്ല. നമുക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ഒന്നെങ്കിൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയാലും നടന്നാൽ മതി കല്യാണം. ദൂരമാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? മാക്സിമം നമുക്ക് ഇതാണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? നമുക്കൊരു 38 തൊട്ട് 38 വരെ. 38 വരെ മാക്സിമം നോക്കാം. ഇപ്പോൾ ആദ്യ വിവാഹം അല്ലെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ് ആയതും ഭർത്താവ് മരിച്ചൊക്കെ നോക്കാന്ന് പറഞ്ഞല്ലോ. അതിൽ ബാധ്യത ഇല്ലാത്തതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് കേസുകളും കാര്യങ്ങളൊക്കെ ഒരുപാട്, ആദ്യ വിവാഹത്തിനേക്കാൾ ഡിവോഴ്സ് ഒരുപാട് വർദ്ധിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ വേറെ ആരും ഇല്ല. അപ്പോൾ ഇവർ തന്നെയാണുള്ളൂ. ഡെയിലി പണിക്ക് പോകുന്നതാണ്. നമ്മളിപ്പോൾ ചേർത്തല അല്ലേ? ചേർത്തല അല്ലേ? അവിടെയാണ് വർക്ക്. എറണാകുളം. അതെ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ബൈക്കിൽ പോയി വരും? അതെ, അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ക്രിസ്ത്യനിൽ RC അല്ലേ? നമ്മളെങ്ങനെയാ അതിലെന്തെങ്കിലും നോക്കുന്നുണ്ടോ? RC ലാറ്റിൻ പ്രശ്നമൊന്നുമില്ല നമുക്ക്. RC LC അങ്ങനെയാണ് അല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും ഇല്ല. നമ്മൾ കുടുംബത്തിൽ നിൽക്കുന്ന ആളായിരിക്കണം, എല്ലാവരും നോക്കണ ഒരാളായിരിക്കണം, അത്രയേ ഉള്ളൂ നമ്മുടെ കോൺസെപ്റ്റ്. നമ്മൾ അത്രയേ ഉള്ളൂ. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റോബിനായാലും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ വേണ്ടാത്ത അങ്ങനത്തെ ഹാബിറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? അതെ. പിന്നെ ഈ ഇപ്പോഴത്തെ ഒരു ഭയങ്കര മോഡേൺ രീതിയിൽ അങ്ങനെയൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. അപ്പം നമുക്കൊരു സാധാരണ അല്ലേ? അതെ, ഒരു സാധാരണക്കാരനാണ്. ചുരുക്കി പറഞ്ഞ ഒരു സാധാരണക്കാരനാണ്. നമുക്കൊരു സാധാരണ വീട്ടിൽ നിൽക്കുന്ന മനസ്സിലാക്കുന്ന നല്ലൊരു കുട്ടിയാണ് വേണ്ടത്. പിന്നെ കുട്ടിയുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇനിയിപ്പോൾ ജോലിക്ക് അങ്ങനെയുള്ളതാണെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതെ, കുഴപ്പമൊന്നുമില്ല. നല്ല കൂളായിട്ട് എന്തായാലും ആലോചനകൾ വരട്ടെങ്ങളിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക. ഒരു 38 വയസ്സ് വരെയുള്ള ദൂരവും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. നമ്മുടെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നായാലും ക്രിസ്ത്യൻസിൻ്റെ ഇടയിലേക്ക് നിങ്ങളിത് മാക്സിമം എത്തിക്കണം. അപ്പോൾ വിവാഹം പ്രായം അതായത് ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം എല്ലാം കൊണ്ട് കല്യാണം വൈകിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാവപ്പെട്ടൊരു മക്കളായാലൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ ഡിവോഴ്സ് ആയതാണെങ്കിലും ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി, ബാധ്യതകളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ആണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. സ്നേഹിക്കുന്ന ഒരാളായാൽ മതി അല്ലേ? അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളിതിൽ കൊടുക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ.